എല്ലാ ദൈവമക്കളും എക്കാലത്തും ദൈവം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നും ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുമെന്നും ദൈവം നമ്മളെ വർദ്ധിപ്പിക്കുമെന്നും വിശ്വസിക്കുന്നവരാണ്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഉള്ള ഒരു വചനമാണ് നിങ്ങളോട് പറയുന്നത്. ആ വാക്യം മുഴുവൻ വായിക്കുവാൻ സമയം അനുവദീനമല്ല. അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. കർത്താവ് നിന്നെ സ്നേഹിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, കർത്താവ് നിന്നെ വർദ്ധിപ്പിക്കും. നമുക്ക് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് പറയാം, യേശു എന്നെ സ്നേഹിക്കും, യേശു എന്നെ അനുഗ്രഹിക്കും, യേശു എന്നെ വർദ്ധിപ്പിക്കും. സ്തോത്രം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എന്നെ അങ്ങ് സ്നേഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം, എന്നെ വർദ്ധിപ്പിക്കണം. ഒരിക്കൽ കാലേബിന്റെ മകളായ അക്സ തന്റെ പിതാവിനോട് ചോദിച്ചു, അപ്പാ ഒരനുഗ്രഹം കൂടെ നീ എനിക്ക് തരണം. എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട്, എന്നെ തെക്കേ നാട്ടിലേക്കല്ലോ നീ അയച്ചത്, ഒരു അനുഗ്രഹം കൂടി എനിക്ക് തരണം. നീ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ധാരാളം അനുഗ്രഹം പ്രാപിച്ച മക്കളാണ് ഈ വചനം കേൾക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരനുഗ്രഹം കൂടെ അപ്പനോട് ചോദിക്കാൻ? ബൈബിൾ വായിക്കുന്നേ, അപ്പൻ അവൾക്ക് സ്തോത്രം താഴ്വരയിലും മലയിലും ഉറവകൾ കൊടുത്തു. ഞാൻ അതിനെ ഇങ്ങനെ പറയട്ടെ, കീഴുറവയും മേലുറവയും കൊടുത്തു. എന്നാൽ ഭക്തനായ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് ഇച്ചിരുടെ വ്യത്യസ്തമായിട്ടാ. സ്തോത്രം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് സ്തോത്രം പരിശുദ്ധാത്മാവ് സംസാരിക്കുക. ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ, എനിക്കിങ്ങനെ പോയാ പോരാ, എന്റെ ഈ അന്തരീക്ഷമൊക്കെ മാറണം. സ്തോത്രം. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടേ മതിയാകും. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുക. നീ നിൽക്കുന്നത് ശാപത്തിന്റെ മുമ്പിലല്ല, പ്രതിസന്ധിയുടെ മുമ്പിലല്ല, ഒരു വലിയ അനുഗ്രഹത്തിന്റെ മുമ്പിലാണ്. വർഷങ്ങളായി കാത്തിരുന്നതും കൊതിച്ചതുമായ അനുഗ്രഹം നിനക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തലത്തിൽ നിന്റെ ലൈഫിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവകരത്തിന്റെ ശക്തിയെ ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക. ഇത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അക്ഷയപ്പോലെ ചോദിക്കാമോ, അപ്പാ ഒരനുഗ്രഹം കൂടി എനിക്ക് താ. ഈ ദിവസങ്ങളിൽ നിന്റെ രക്തബന്ധങ്ങൾ നോക്കി നിൽക്കെ യേശു നിന്നെ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ ആത്മക്കണ്ണുകളിലൂടെ കാണുക. അങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൈകളൊന്ന് ചേർത്ത് പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങേ ഉറപ്പ് തന്നു, ഞാൻ അവരെ സ്നേഹിക്കാം, ഞാൻ അവരെ അനുഗ്രഹിക്കാം, ഞാൻ അവരെ വർദ്ധിപ്പിക്കാം. കർത്താവേ, ഈ മക്കളെ അങ്ങ് കൈവച്ച് അനുഗ്രഹിക്കണമേ, വർദ്ധിപ്പിക്കണമേ. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിന്റെ അനുഗ്രഹത്തോട് ഒരനുഗ്രഹം കൂടെ ദൈവം ആഡ് ചെയ്യാൻ പോവാ. ഇനിയും ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു.